A'udzubillahi minasyaitonirrajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala rasulil amin wa ala alihi wa sahbihi ajma'in wa man ittaba'ahum ila yaumiddin. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. സ്നേഹം നിറഞ്ഞ എൻ്റെ ശ്രദ്ധ ശ്രവിക്കുന്ന ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മുടെ 11ാമത്തെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരു ഫെയിൽ കിട്ടിയാൽ എങ്ങനെ ഫായിൽ ഉണ്ടാക്കാം. ഒരു പ്രവൃത്തി നമുക്ക് കിട്ടിയാൽ പ്രവൃത്തി ചെയ്ത ആളെ ഉണ്ടാക്കുന്ന ഫോർമുലയാണ്. ഫെയിൽ എപ്പോഴും ക്രിയയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അറബി ഭാഷയിൽ ആകെ 3 തരം പദങ്ങളെ ഉണ്ടാവുള്ളൂ: ഇസ്മു, ഫെയിൽ, ഹർഫ്. ഈ ഫെയിലിനെ കിട്ടിയാൽ ഫായില എന്ന രൂപത്തിലാക്കുമ്പോൾ അത് ഇസ്മായി മാറിപ്പോകും. ഇപ്പോൾ ഫായില എന്ന് പറയുമ്പോൾ അവൻ പ്രവർത്തിച്ചു. അതിന് ഫായിൽ എന്ന രൂപത്തിൽ കൊണ്ടുവരുമ്പോൾ പ്രവർത്തിച്ചവൻ എന്ന് പറയുമ്പോൾ അവർ ഇസ്മായി മാറും. അപ്പോൾ അതിനുള്ള ഫോർമുലയാണ്: ആദ്യത്തെ അക്ഷരമായ ഫായിനെ ഒരു അൽഫ് കൊടുത്ത് ദീർഘിപ്പിക്കുക, രണ്ടാമത്തെ അക്ഷരമായ ഐനിനെ കിസ്ർ കൊടുക്കുക, മൂന്നാമത്തെ അക്ഷരമായ ലാമിന് തൻവീലുള്ള ദമ്മും കൊടുക്കുക. ഫായിലും എന്നാവും. ഫായിലും എന്ന് പറയുമ്പോൾ പ്രവർത്തിച്ചവൻ, അത് ഇസ്മായി. ഫെയിൽ എന്ന് പറയുമ്പോൾ ക്രിയയാണ്, ഫായിൽ എന്ന് പറയുമ്പോൾ ഇസ്മാണ്. അപ്പോൾ ഇസ്മിനെ നമുക്ക് ഇസ്മാക്കിയാൽ അതിന് 3 രൂപം വേണം: ഏകവചനം വേണം, ദ്വിവചനം വേണം, ബഹുവചനം വേണം. അപ്പോൾ ഏകവചനത്തിന് ദ്വിവചനാക്കാൻ പണിയില്ല, ആനി ചേർത്താൽ മതി. അപ്പോൾ ഫായിലും, ഫായിലാനി, ഫായിലൂന, പ്രവർത്തിച്ചവൻ, പ്രവർത്തിക്കുന്ന 2 പേർ, പ്രവർത്തിക്കുന്നവർ. അപ്പോൾ ഫായിലാനി എന്ന് പറയുമ്പോൾ നമുക്ക് ഇസ്മിന് 3 രൂപത്തിലുള്ള നമ്മൾ ഇറാബ് കൊടുക്കലുണ്ട്. ഹർക്കത്ത് 3 തരത്തിൽ കൊടുക്കലുണ്ട് ഇസ്മിന്. ഇപ്പോൾ മുഹമ്മദുൻ, മുഹമ്മദൻ, മുഹമ്മദിൻ എന്നുള്ള 3 തരത്തിൽ നമ്മൾ ഇറാബ് കൊടുക്കലുണ്ട്. പക്ഷേ ഫായിലിനെ ദ്വിവചനമാക്കുമ്പോൾ, അതുമായി ബഹുവചനമാക്കുമ്പോൾ അത് മബ്നിയായ കൽമത്താണ്. അതിൻ്റെ ഹർക്കത്ത് പിന്നെ ഇറാബിന് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിന് എന്താണ് ഒരു മാർഗം? ഫായിലാനി എന്ന് റഫൈൻ്റെ സ്ഥാനത്ത് മാത്രമേ ഉപയോഗിക്കുക. ഫായിലാനി എന്ന് പറയുമ്പോൾ ലമ്മിൻ്റെ സ്ഥാനത്ത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഫായിലൈനി എന്ന് പറയുമ്പോൾ ജറിൻ്റെ സ്ഥാനത്തും നസബിൻ്റെ സ്ഥാനത്തും ഉപയോഗിക്കും. അതായത് കിസറിൻ്റെ സ്ഥാനത്തും ഫതഹിൻ്റെ സ്ഥാനത്തും ഫായിലൈനി ഉപയോഗിക്കും. ഫായിലൂന എന്നുള്ളത് റഫൈൻ്റെ സ്ഥാനത്ത് മാത്രമേ ഉപയോഗിക്കുള്ളൂ, അതായത് ലമ്മിൻ്റെ സ്ഥാനത്ത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഫതഹിൻ്റെയും കിസറിൻ്റെയും, അതായത് നസബിൻ്റെയും ജറിൻ്റെയും സ്ഥാനത്ത് ഫായിലീന എന്നാണ് ഉപയോഗിക്കുക. ഫായിലും, ഫായിലാനി, ഫായിലൂന. അതന്നെ ഫായിലും, ഫായിലൈനി, ഫായിലീന, ഫായിലൂന, ഫായിലീന, ഫായിലാനി, ഫായിലൈനി. അങ്ങനെ 2 രൂപത്തിൽ അത് ഉപയോഗിക്കും. അതിൻ്റെ രൂപമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എഴുതിയെടുക്കണം, അത് എഴുതിയെടുത്തിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ഈ രൂപം നമ്മൾ അറബി ഭാഷയിലെ 3 അക്ഷരങ്ങളുള്ള എല്ലാ പദത്തിനും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ജലസ, അതിന് ജാലിസും എന്നുള്ള രൂപത്തിൽ കൊടുത്താൽ ഇരിക്കുന്നവൻ എന്നായി. രണ്ടാളുണ്ടെങ്കിൽ ജാലിസാനി, ജാലിസൂന. അതിൻ്റെ തന്നെ കിസറിൻ്റെയും ഫതഹിൻ്റെയും രൂപത്തിൽ വരുത്തണമെങ്കിൽ ജായിലൈനി, ജാലിസൈനി എന്ന് പറയും. ഇരിക്കുന്നവർ എന്ന് പറയുമ്പോൾ ജാലിസൂന അല്ലെങ്കിൽ ജാലിസീന. ജാലിസൂന എന്നാണ് റഫൈൻ്റെ സ്ഥാനത്താണ് ഉപയോഗിക്കുക. ജാലിസീന എന്ന് പറയുമ്പോൾ ജറിൻ്റെയും നസബിൻ്റെയും സ്ഥാനത്താണ് ഉപയോഗിക്കുക, അതായത് ഫതഹിൻ്റെയും കിസറിൻ്റെയും സ്ഥാനത്ത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എല്ലാ പദത്തിലും 3 അക്ഷരമുള്ള എല്ലാ പദത്തിനും ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കത്തബ, കാത്തിബൂൻ എന്ന രൂപത്തിൽ കൊടുത്ത എഴുതുന്നവൻ, കാത്തിബാനി 2 ആൾ എഴുതുന്നവൻ, കാത്തിബൂന എഴുതുന്നവർ, കാത്തിബീന എഴുതുന്നവർ 2 രൂപത്തിൽ വരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ത്രീലിംഗം ഉണ്ട്. ഫായിലത്തും, ഫായിലത്ത് എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നവൾ. ഫായിലത്താനി 2 പ്രവർത്തിക്കുന്നവൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന 2 സ്ത്രീകൾ. ഫായിലാത്തും പ്രവർത്തിക്കുന്ന സ്ത്രീകൾ. ഫായിലാത്തിൻ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. ഒന്ന് റഫിൻ്റെ രൂപത്തിലും മറ്റൊന്ന് നസബിൻ്റെയും ജറിൻ്റെ രൂപത്തിൽ വരുന്നതാണ്. അപ്പോൾ
ഇത് ഒന്ന് ശ്രദ്ധിക്കുക. ഫായലിനെ ഫായിൽ എന്ന രൂപത്തിലാക്കിയാൽ പ്രവർത്തിച്ച ആളെ കിട്ടും. അബദ ആബിദ് എന്ന് പറയുമ്പോൾ അബദ എന്ന് പറഞ്ഞാൽ അവൻ ആരാധിച്ചു എന്നാണ്. അബദ അവൻ ആരാധിച്ചു. ആബിദ് എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവൻ. ആബിദ് എന്ന് പറയുമ്പോൾ ആരാധിക്കുന്നവൻ. അപ്പോൾ രണ്ടാളാണെങ്കിൽ ആബിദാനി എന്ന് പറയും. രണ്ടിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ ആബിദൂന എന്ന് പറയും. അപ്പം ആബിദാനിക്ക് പകരം ആബിദൈനി എന്നും പറയും. ആബിദൈനി ഇത് റഫൈൻ്റെ രൂപത്തിലാണ് ഉപയോഗിക്കുക. ഇത് നസ്ബിൻ്റെയും ജറിൻ്റെയും രൂപത്തിൽ ഉപയോഗിക്കും. ആബിദൂന ആരാധിക്കുന്നവർ. അവർ അത് റഫൈൻ്റെ രൂപത്തിൽ മാത്രമാണ് ഉപയോഗിക്കുക. ആബിദീന എന്നുള്ളത് ജറിൻ്റെയും നസ്ബിൻ്റെയും രൂപത്തിൽ ഉപയോഗിക്കാനുള്ളതാണ് ആബിദീന. അതുപോലെ തന്നെ ആബിദത്തും ആബിദത്താനി ആബിദത്തൈനി ആബിദാത്തുൻ ആബിദാത്തിൻ ഇതും അതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് സൂറത്തുൽ കാഫിറൂനെ എല്ലാവരും ഒന്ന് എടുത്ത് നോക്കുക. അതിൽ നമ്മൾ പരാമർശിച്ച പദങ്ങളാണ് എല്ലാം വന്നിട്ടുള്ളത്. 2 പദങ്ങൾ മാത്രമേ പരാമർശിക്കാത്തതുള്ളൂ. കുൽ എന്ന പദവും ദീൻ എന്ന പദവും. കുൽ എന്നാൽ നിങ്ങൾ പറയുക, നീ പറയുക. അവർ ദീൻ എന്ന് പറഞ്ഞാൽ മതം എന്നാണ്. അതാണ് മതമാണ്. നമ്മൾ ഇതുവരെ പരാമർശിക്കാത്തുള്ള പദങ്ങൾ, ബാക്കി എല്ലാ പദങ്ങളും ഇതിൽ ഈ സൂറത്തുൽ കാഫിറൂനിൽ നമ്മൾ പരാമർശിച്ചിട്ടുള്ള പദങ്ങളാണ്. കുൽ യാ അയ്യുഹ എന്ന് പറഞ്ഞാൽ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജുമായിലോ കുത്തുബയിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസ് അല്ലെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു അത് നമ്മൾ കേൾക്കുന്നുള്ളതാണ്. അൽ കാഫിറൂൻ. കാഫിർ എന്ന പദം കഫറ എന്ന പദത്തിൽ നിന്നാണ്, കഫറ എന്ന ക്രിയയിൽ നിന്നാണ് കാഫിർ വന്നിട്ടുള്ളത്. കഫറ എന്ന് പറഞ്ഞാൽ അവർ നിഷേധിച്ചു. അതിൻ്റെ ആദ്യത്തെ അക്ഷരമായ കേഫിന് അൽഫ് കൊടുത്ത് ഇപ്പോൾ കാന്നായി. അപ്പോൾ അതിന് രണ്ടാമത്തെ അക്ഷരമായ ഫായിന് കിസർ കൊടുത്ത്, മൂന്നാമത്തെ അക്ഷരമായ റായിന് ലമ്മും കൊടുത്ത്. അപ്പോൾ കാഫിറുൻ എന്നാണ് നിഷേധിച്ചവൻ എന്ന ഒരാൾക്കാണ് അത് പറയാം കാഫിർ എന്ന് പറയില്ല. അതിന് 2 ആളുണ്ടെങ്കിലോ കാഫിറാനി, 2ൽ കൂടുതൽ ആളുണ്ടെങ്കിലോ കാഫിറൂന. അപ്പോൾ ആ കാഫിറൂനോട് കൊടുത്തിട്ടുള്ളത് കുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അപ്പോൾ കാഫിറൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യനിഷേധികൾ. അപ്പോൾ സത്യനിഷേധികളെ, യാ അയ്യുഹൽ കാഫിറൂൻ, സത്യനിഷേധികളെ അല്ലെങ്കിൽ അവിശ്വാസികളെ. ലാ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആബുദു എന്ന് പറഞ്ഞാൽ എന്താണ്? മുതാരി രൂപമാണ്. അബദ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിൻ്റെ മുതാരിയാണ് യാബുദു. യാബുദുവിൻ്റെ 13ാമത്തെ രൂപമാണ് ആബുദു. യാബുദാനി യാബുദൂന തായ്ബുദാനി യാബുദുന തായ്ബുദാനി തായ്ബുദൂന തായ്ബുദാനി തായ്ബുദുന ആബുദു നാബുദു. 13ാമത്തെ രൂപമാണ് ആബുദു, ഞാൻ ആരാധിക്കുന്നു. അപ്പം ലാ ആബുദു എന്ന് പറഞ്ഞാൽ ഞാൻ ആരാധിക്കുന്നില്ല. മാ ഒന്നിനെ, നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തെ. തായ്ബുദൂൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? 9ാമത്തെ രൂപമാണ്. യാബുദു യാബുദാനി യാബുദൂന തായ്ബുദാനി യാബുദുന തായ്ബുദാനി തായ്ബുദൂന. 9ാമത്തെ രൂപമാണത്. നിങ്ങൾ ആരാധിക്കുന്നു. തായ്ബുദൂന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധിക്കുന്നു. മാ തായ്ബുദൂ, നിങ്ങൾ ആരാധിക്കുന്ന ഞാൻ ആരാധിക്കുന്നവനല്ല. ലാ അബുദു മാ താബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല. നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല എന്ന അർത്ഥത്തിലാണ് വരിക. അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഇതിൻ്റെ കഴിഞ്ഞതിന് ശേഷം ഇതിൽ അയക്കാം. അല്ലെങ്കിൽ സൂറത്തുൽ കാഫിറിൻ്റെ തർജ്ജിമ എടുത്ത് നോക്കുക. ആദ്യം തർജ്ജിമ നോക്കണ്ട, ആദ്യം നിങ്ങൾ ഖുർആനിലെ മാത്രം നോക്കുക. എന്നിട്ട് നമുക്ക് എന്താണ് അതിൽ മനസ്സിലാകുന്നത് നോക്കുക. എന്നിട്ട് ആ മനസ്സിലാകുന്നത് തന്നെയാണോ തഫ്സീറുള്ളത് നമുക്ക്, അതിൻ്റെ തർജ്ജിമയുള്ളത് നമുക്ക് നോക്കാം. തർജ്ജിമ എല്ലാ തഫ്സീറുകളിലും ഒരുപോലെ തന്നെ അർത്ഥം കൊടുത്തിട്ടുണ്ടാകുക. വ്യാഖ്യാനത്തിൽ മാത്രമാണ് ഓരോ സംഘടനയുടെയും താല്പര്യങ്ങൾ കൊടുക്കുക. അവരുടെ അർത്ഥം ആരും മാറ്റില്ല, അർത്ഥം എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ലാ അബുദു മാ താബുദു, നിങ്ങൾ ആരാധിച്ചു വരുന്നതിന് ഞാൻ ആരാധിക്കുന്നില്ല. വലാ അൻതും, വാവ് കൂട്ടിച്ചേർക്കാനുള്ള വാവാണ്. ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള. അൻതും നമ്മൾ നിങ്ങൾ, അൻതും നമ്മൾ പരാമർശിച്ച പദമാണ്. ആബിദൂന എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ
രൂപമാണ് ഇതിൻ്റെ ഫായിലിൻ്റെ. നമ്മൾ ഫായിൽ പഠിച്ചില്ലേ? ആബിദന ആബിദാക്കി, ആബിദ് ആബിദുൻ ആബിദാനി ആബിദൂന. ആബിദൂന പറയുമ്പോൾ മൂന്നാമത്തെ രൂപം ഫായിലിൻ്റെ ക്രിയ. ഇപ്പം നമ്മൾ ഫീലിന് നമ്മൾ ആബിദനെ ആബിദാക്കി, ആബിദുൻ ആബിദാനി ആബിദൂന. വല അൻതും ആബിദൂൻ, നിങ്ങൾ ആരാധിക്കുന്നവരല്ല, ആരാധിക്കുന്നവർ. ആബിദൂൻ എന്ന് പറയുമ്പോൾ ആബിദ എന്ന് പറഞ്ഞാൽ ആരാധിച്ചു, ആബിദുൻ ആരാധിക്കുന്നവൻ, ആബിദാനി ആരാധിക്കുന്ന രണ്ടാൾ, ആബിദൂന ആരാധിക്കുന്നവർ. അപ്പോൾ ഞാൻ ആരാധിച്ചു വരുന്നതിന് നിങ്ങൾ ആരാധിക്കുന്നവരല്ല എന്നാണ് ആ ആയത്തിൽ പറഞ്ഞത്. വല അൻതും, നിങ്ങളല്ല, ആബിദൂന ആരാധിക്കുന്നവരല്ല, മാ ആബുദു 13ാമത്തെ രൂപത്തിന് വേണ്ടി ആബുദു ഞാൻ ആരാധിക്കുന്നു. വല അൻതും ആബിദൂന, നിങ്ങൾ ആരാധിക്കുന്നവരല്ല, മാ ആബുദു ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങൾ ആരാധിക്കുന്നവരല്ല. വല അന ആബിദും, വീണ്ടും വല അന ഞാനല്ല, ആബിദും ആരാധിക്കുന്നവനല്ല, മാ അബത്തും നിങ്ങൾ ആരാധിച്ചു വന്നതിനെ ഞാനും ആരാധിക്കുന്നവനല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ 3ാമത്തെ പദം തന്നെയാണ് 5ാമത്തെ പദത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ ലക്കും, ലക്കും എന്ന് പറയുമ്പോൾ ലാ എന്ന് പറഞ്ഞാൽ ക്ക് എന്നുള്ള കും, നിങ്ങൾ, നിങ്ങൾക്ക്, ദീനുക്കും, ദീൻ എന്ന് പറഞ്ഞാൽ മതം, ദീനുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മതം, വലിയ എനിക്ക്, വ ആൻഡ് ലി, ലീ എനിക്ക്, ദീനി എൻ്റെ മതം, വലിയ ദീൻ. വലിയ എന്ന് പറഞ്ഞാൽ മുത്തക്കല്ലിൻ്റെ യായാണ്, വലിയ ദീൻ. വലിയ എന്നുള്ള ആ മുത്തക്കല്ലിൻ്റെ യാ വന്നിട്ട് അതിൻ്റെ കൂടെ ചേർക്കുമ്പോഴാണ് വലിയ ദീൻ എന്ന് പറഞ്ഞത്. വലിയ ദീൻ, എനിക്കുണ്ട് ദീൻ എൻ്റെ മതം, എനിക്ക് എൻ്റെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ ഫോട്ടോ ഞാനിതിൽ ചേർക്കാം ഇൻഷാ അല്ലാഹ്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു കാര്യം ഇതായിട്ട് മഫൂലിൻ്റെ കാര്യം ചർച്ച ചെയ്യാം. അപ്പോൾ ഈ സൂറത്തുൽ കാഫിറൂനിൽ നമ്മൾക്ക് എല്ലാം പരാമർശിച്ച പദങ്ങളാണ്. ആകെ 2 പദങ്ങൾ മാത്രമേ നമ്മൾ ഉണ്ടായിരുന്നുള്ളൂ. അത് കൂൽ തന്നെ പറയുക എന്നാണ്, ദീൻ തന്നെ മതമാണ്. ഇതാണ് നമ്മൾക്ക് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അത് സൂറത്തുൽ കാഫിറൂൻ ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് മനസ്സിലാക്കിയത് തഫ്സീറിൽ നോക്കുക, അത് തന്നെയല്ലേ ഇതിൻ്റെ അർത്ഥമെന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.